السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. الحمد لله حمدا كثيرا طيبا مباركا كما يحب ربنا ويرضى. الحمد لله الذي أنزل القرآن تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى جلسة من جلسات تدبر القرآن، وما زلنا نتدبر آيات من سورة الأنعام. 102 മുതൽ 102 അതെ 102 മുതൽ 110 വരെയുള്ള ആയത് സൂക്തങ്ങളാണ് പഠിക്കുന്നത് അല്ലേ? ഇവിടെ ഇടയിൽ ഒരു നമ്പർ തെറ്റിപ്പോയി. അവസാനം വന്നപ്പോ ഹഫീലിന്റെ അവിടെ ഒന്നല്ല വരുന്നത്, 102 103 ടൈപ്പിംഗ് എറർ ആയിരിക്കും. നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. അത് കഴിഞ്ഞിട്ട് വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് അർത്ഥം വരുന്നുണ്ടോ എന്ന് നോക്കുക. കാരണം നമ്മൾ 14 ദിവസമായിട്ട് ഈ ആയത്തുകളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, തലബറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ആർക്കെങ്കിലും അതിന്റെ അകത്തളങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റിയിട്ടില്ലെങ്കിൽ അകത്തളങ്ങളിലേക്ക് ഇറങ്ങുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ذلكم الله ربكم لا إله إلا هو خالق كل شيء فاعبدوه وهو على كل شيء وكيل. لا تدركه الأبصار وهو يدرك الأبصار وهو اللطيف الخبير. قد جاءكم بصائر من ربكم فمن أبصر فلنفسه ومن عمي فعليها وما أنا عليكم بحفيظ. وكذلك نصرف الآيات وليقولوا درست ولنبينه لقوم يعلمون. اتبع ما أوحي إليك من ربك لا إله إلا هو وأعرض عن المشركين. ولو شاء الله ما أشركوا وما جعلناك عليهم حفيظا وما أنت عليهم بوكيل. ولا تسبوا الذين يدعون من دون الله فيسبوا الله عدوا بغير علم. كذلك زينا لكل أمة عملهم ثم إلى ربهم مرجعهم فينبئهم بما كانوا يعملون. وأقسموا بالله جهد أيمانهم لئن جاءتهم آية ليؤمنن بها قل إنما الآيات عند الله وما يشعركم أنها إذا جاءت لا يؤمنون. ونقلب أفئدتهم وأبصارهم كما لم يؤمنوا به أول مرة ونذرهم في طغيانهم يعمهون.
ഇവിടെ ഓരോ സ്ഥലത്തും ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുന്നിടത്തൊക്കെ എന്ത് ചെയ്യുക, നിർത്താനുള്ള അടയാളങ്ങളും ഇട്ടിരിക്കുന്ന സ്ഥലത്തെല്ലാം നമ്മൾ നിർത്തി വായിച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് അത് സ്ട്രൈക്ക് ചെയ്യും. ഇതെന്ന് നമ്മൾ പാരായണത്തിന്റെ മനോഹാരിതയല്ല, മറിച്ച് എന്താണ്, വാക്കുകളുടെ ആഴമാണ്, അതിലെ ഫോക്കസാണ്, ഊന്നലുകളാണ്, അല്ലെങ്കിൽ അത് എത്രത്തോളം സ്വാധീനമാണ് മനുഷ്യന്റെ മനസ്സിലും അവന്റെ ജീവിതത്തിലും അവന്റെ ജീവിക്കുന്ന ചുറ്റുപാടിലും ഉണ്ടാകേണ്ടത് എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതേപോലെ ആയത്തുകൾ അവതരിക്കുന്ന പശ്ചാത്തലം, അവിടുത്തെ സാഹചര്യം, ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയം, ഇതൊക്കെയും വെച്ചുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സന്ദർഭത്തിനനുസരിച്ചാണല്ലോ ചിന്തിക്കേണ്ടത്. ഇതുവരെ പറഞ്ഞു വരുന്നത് എന്തായിരുന്നു? അള്ളാഹിന്റെ സൃഷ്ടി വൈഭവത്തെ കുറിച്ചാണ് പറഞ്ഞത്. ബദിയ സമാവാത്തി വല്ലർ ആണ് തൊട്ട് മുമ്പ് പറഞ്ഞ് നിർത്തിയത്. ആകാശഭൂമികളൊക്കെയും പൂർവ്വ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാണ് അവൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തു? ഖലഖ കുല്ല ഷൈഇൻ വഹുവ ബികുല്ലി ഷൈഇൻ അലീം. അവനാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത്, എല്ലാത്തിനെ കുറിച്ചും നോളജ് ഉള്ളവൻ അവനാണ്. കുല്ല ഷൈഇ അലീം എന്ന് വേറെ ആർക്കും നമുക്ക് പറയാൻ പറ്റില്ല. ബികുല്ലി ഷൈഇൻ അലീം എന്ന് കഴിഞ്ഞിട്ട് പറയാണ് ജാലിക്കുമുല്ലാഹു റബ്ബുക്കും, അവനാണ് അള്ളാഹ് നിങ്ങളുടെ രക്ഷിതാവായ. രണ്ട് കാര്യം അവിടെയും പറഞ്ഞു. അള്ളാഹ് എന്ന് നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്, അതായത് പശ്ചാത്തലം ചിന്തിക്കാൻ പറഞ്ഞു. അപ്പൊ അള്ളാഹ് എന്ന് വിളിക്കുന്നത് അബൂജഹലും ഉതുബത്തും ഷെയ്ബത്തും അവരൊക്കെയും അള്ളാഹ് എന്ന് വിളിക്കുന്നു. അതേപോലെ മുഹമ്മദ് റസൂലുള്ളാഹ്, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി ഇവരൊക്കെയും റളിയല്ലാഹു അൻഹും ഇവരൊക്കെയും എന്ത് ചെയ്യുന്നു? അള്ളാഹ് എന്ന് വിളിക്കുന്നു. അപ്പൊ നിങ്ങളൊക്കെയും വിളിക്കുന്ന അള്ളാഹ് എന്ന് വിളിക്കുന്ന അവനാണ് അള്ളാഹ്, അതാണ് അള്ളാഹ്. ദാലിക്കുമുല്ലാഹ് റബ്ബുക്കും, നിങ്ങൾ രക്ഷിതാവായ. അപ്പൊ നിങ്ങളെല്ലാവരുടെയും രക്ഷിതാവായ അള്ളയാണ് അവൻ. അവനാണ് അള്ളാഹ്. ഖലഖ കുല്ല ഷൈഇൻ വഹുവ ബികുല്ലി ഷൈഇൻ അലീമായവനുണ്ടല്ലോ, അവനാണ് നിങ്ങളുടെ രക്ഷിതാവ്, അവനാണ് അള്ളാഹ്. പിന്നെ പറഞ്ഞു ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഒരാരാധ്യനും. അപ്പൊ അവിടെ പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ ആരാധനയുടേതായ പല സംഭവങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആരാധന, നേർച്ച, വഴിപാട്, പൂജ, സുജൂദ്, അതുപോലെയുള്ള നമിക്കൽ പോലുള്ള കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ആർക്കേ കൊടുക്കാവൂ? അള്ളാഹ്ക്ക് മാത്രമേ കൊടുക്കാവൂ എന്നാണ് ഈ പശ്ചാത്തലത്തിൽ പറഞ്ഞില്ല. പിന്നെ ഇലാഹ് എന്താണെന്നുള്ളത് നമ്മൾ വേറെ പഠിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പൊ നമ്മള് ഇലാഹ് നമ്മൾ നേരത്തെ പറഞ്ഞു ChatGPT ഒക്കെ ഉപയോഗപ്രദമാണ്. ഇലാഹ് വന്നിരിക്കുന്ന സന്ദർഭങ്ങൾ എടുത്ത് പരിശോധിക്കണം. അവിടെയൊക്കെ അതിന് മുമ്പും ശേഷവും എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇലാഹ് നിങ്ങൾ അവനെ മാത്രമേ ഇലാഹാക്കാവൂ എന്ന് പറഞ്ഞതിന് ശേഷം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? അതിന് മുമ്പ് എന്തൊക്കെ പറഞ്ഞു? സൂറത്തുൽ ആറാഫ്, സൂറത്ത് ഹൂദ്, അതുപോലെ ഒന്നിലധികം പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ അടുത്തടുത്ത് വരുന്ന അധ്യായങ്ങളൊക്കെ എടുത്ത് നോക്കുക. എടുത്ത് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അവിടെയൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത പ്രാവശ്യം വായിച്ചിട്ട് അത്, അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് വായിച്ചിട്ട് നാളെ തന്നെ നിങ്ങൾക്ക് അടുത്ത പാഠം ഇടും. പക്ഷേ ഈ ഇലാഹിനെ കുറിച്ച് ഒന്ന് പഠിച്ചിട്ട് നമ്മൾ സൂക്തങ്ങൾ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ, അസൈൻമെന്റ് ഗ്രൂപ്പിൽ ഇടുക. അതിന് മുമ്പും ശേഷവും വന്നിരിക്കും. ഞാൻ പറഞ്ഞ ആയത്തിന്റെ കോപ്പിയല്ല തരാൻ. അതിന് മുമ്പും ശേഷവും വരുന്നിരിക്കുന്ന സന്ദർഭം, തൊട്ട് മുമ്പ് ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണോ പറയുന്നത്, അതല്ല വേറെ എന്തെങ്കിലും സാമൂഹിക ഇടപാടുകളുണ്ട്, സമൂഹവുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ, അവർ സമൂഹത്തിൽ അവരുടെ സ്ഥാനം, സമൂഹത്തിൽ അവര് സമൂഹത്തോടുള്ള പ്രതികരണം, അല്ലെങ്കിൽ അവരോടുള്ള ഇടപെടലുകൾ ഒക്കെ പറയുന്നിടത്ത് ഇലാഹ് പറഞ്ഞിട്ടുണ്ടോ? അതെന്തിനാണ് അവിടെ അള്ളാഹെ മാത്രം ഇലാഹാക്കണം എന്ന് പറഞ്ഞത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം, വീണ്ടും വീണ്ടും ചിന്തിക്കണം. ഇവിടെ പറഞ്ഞ സന്ദർഭം ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ.
ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഒരു ഇലാഹും ഇല്ല. ആരെങ്കിലും ഇതിന്റെ വ്യാകരണപരമായ വശം നിങ്ങൾ ആരെങ്കിലും വേറെ ആർക്കെങ്കിലും വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്. മാഷാ അല്ലാ, മാഷാ അല്ലാ. ഉം. അങ്ങനെ എത്ര ആൾക്കാർക്ക് വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾ? ഒരു സമൂഹം ആൾക്കാർക്ക് വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ടോ, അതല്ല ചില ബന്ധുക്കൾക്ക്, ചില സുഹൃത്തുക്കൾക്ക് വ്യക്തമായി? രണ്ടും സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് വേറെ ആരെങ്കിലും വ്യക്തമാക്കിയിട്ടുണ്ടോ? വേറെ ആർക്കും അവസരം കിട്ടിയിട്ടുണ്ട്? ആ കാരണം വർഗത്തെ നിഷേധിക്കുന്ന ലാമല്. അതെ, ആ അതെ, അതെ. മുസ്തഫ ഷേഖ് കുറെ നാള് ദീർഘനാള് ക്ലാസ് എടുത്തിരുന്നു. ഇപ്പൊ പിന്നെ പല സാഹചര്യങ്ങളും പ്രതികൂലമായി വന്നതുകൊണ്ട് തൽക്കാലം നിർത്തി വെച്ചിരിക്കുകയാണ്. നാട്ടിലേക്ക് മടങ്ങി വന്നാൽ ക്ലാസ് എടുക്കുമെന്നാണ് തോന്നുന്നത്, അല്ലേ? ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ. വേറെ ആരാണ് അതിന്റെ വ്യാകരണ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മുസ്ലിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് എന്താണ് ഇലാഹ് എന്ന് ചോദിക്കുമ്പോൾ. മാഷാ അല്ലാ. എല്ലാറ്റിനെയും നിഷേധിക്കാം, സർവ നിഷേധിച്ചിട്ട് അവൻ മാത്രമേ ഉള്ളൂ എന്ന പോയിന്റിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി. ഓക്കെ, അപ്പൊ നമുക്ക് അത് വെച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തോടാണെങ്കിൽ വർഗത്തെ നിഷേധിക്കുന്ന ലാ എവിടെയൊക്കെ വന്നിരിക്കുന്നു അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്താം, ആരാധനാപരമായ മേഖലയിൽ തന്നെ പല സ്ഥലങ്ങളിലും അത് വന്നിട്ടുണ്ട്. നമ്മൾ നിർവഹിക്കുന്ന ആരാധനകൾക്ക് മുമ്പും ശേഷവും, ഉദുവിന് ശേഷമുള്ള പ്രാർത്ഥന, അതേപോലെ നമസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനകൾ, ഇവിടെയെല്ലാം വന്നിട്ടുണ്ട്. അവിടെയൊക്കെ വെച്ചുകൊണ്ട് ചുരുങ്ങിയത് 1 മണിക്കൂറത്തെ ക്ലാസ് എന്തായാലും നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾ ആർക്കും പറ്റും 1 മണിക്കൂർ അതിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റും. അല്ല ഉസ്താദെ, അതിന്റെ മെയിൻ പ്രധാനം എന്തുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നുള്ളതിന് എല്ലാ കാരണങ്ങളും ഈ ലാ വെച്ചുള്ള ആയത്തുകളിൽ ഉണ്ടാവും. അപ്പൊ എന്നിട്ട് വീണ്ടും ഒരിക്കൽ കൂടി പറയാണ്, ഖാലിഖു കുല്ലി ഷൈഇൻ, അവനാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത്, നിങ്ങൾ ഒന്നിനെയും സൃഷ്ടിക്കുന്നില്ല എന്നാ പറഞ്ഞില്ല. അപ്പൊ നമ്മൾ ഇപ്പോൾ പഠിക്കേണ്ട 21ാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ക്രിയേഷന്റെ ഒരു കാലഘട്ടമാണ്. നിർമ്മാണത്തിന്റെ ഒരു കാലഘട്ടത്തിന്റെ ഒരു പുതിയ 21ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലോ 20ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലോ നമ്മൾ ചിന്തിക്കാത്ത പല കാര്യങ്ങളും, അല്ലെങ്കിൽ നമുക്ക് സാധ്യതയുണ്ട് എന്ന് മനസ്സിൽ വിചാരിക്കാത്ത പല സംഗതികളും സാധ്യമായ ഒരു നൂറ്റാണ്ടാണ്, അല്ലെങ്കിൽ ഈ നൂറ്റാണ്ട് 21ാം നൂറ്റാണ്ട്. ഇനിയും എന്തൊക്കെയോ സംഭവിക്കാൻ കിടപ്പുണ്ട്. ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, എനിബഡി ആരെങ്കിലും എന്തെങ്കിലും സൃഷ്ടിക്കുന്നുണ്ടോ? അപ്പൊ അതാണ് ഖാലിഖു കുല്ലി ഷൈഇൻ. എന്നിട്ട് പിന്നെ പറഞ്ഞു ഫഅബ്ദൂഹു, അപ്പൊ അവിടെയും നിങ്ങൾ അവന് ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞു. അവിടെ നമ്മൾ ചിന്തിക്കണം, എന്തുകൊണ്ട് ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞു? അപ്പൊ ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞിടത്തൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഇലാഹ എന്ന് പറഞ്ഞിടത്തും ഫഅബ്ദൂഹു എന്ന് പറഞ്ഞിടത്തും അവനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. ഇവിടെ ഇയ്യാ മാത്രമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാലത്ത് ഉല്ലശയൊക്കെ പറഞ്ഞു അവന് ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞു. അവിടെയും ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞിടത്തും നമ്മൾ അബദയുമായി ബന്ധപ്പെട്ട ആയത്തുകളൊക്കെ പരിശോധിക്കാം. ഒറ്റ ക്ലിപ്പ് കിട്ടും ഇതെല്ലാം കേട്ടോ. അബദയുടെ വ്യത്യസ്ത രൂപങ്ങൾ വന്നിട്ടുള്ള ആയത്തുകൾ തരൂ എന്ന് പറഞ്ഞാൽ ChatGPT നമുക്ക് തരും. മാത്രമല്ല ഒരു ചർച്ച നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചർച്ച തന്നെ വീണ്ടും എടുത്തിട്ട് അതിന്റെ ബാക്കി ചർച്ച ചെയ്യാം. അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, അതും കണ്ടെത്തുക. എന്നിട്ട് പിന്നെ പറഞ്ഞു വഹുവ അല കുല്ലി ഷൈഇൻ വക്കീൽ, അവൻ എല്ലാത്തിനും എന്താണ്, വക്കീലാണ്. വക്കീൽ എന്ന് പറഞ്ഞാൽ എന്താ? കൈകാര്യകർത്താവ്, പിന്നെ യജമാനൻ. വക്കീൽ എന്ന് പറഞ്ഞപ്പോ എന്താണ്, അവിടെ ഫഈൽ വസിനാണ് ഉപയോഗിച്ചത്. അതായത് ഹമീദ് എന്ന, ഹമീദിന്റെ അർത്ഥം എന്താ മലയാളത്തില്? അർഹൻ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും. അല്ല എന്താ പറയാ, അത് അതിന്റെ ശരിയായിട്ടുള്ള അർത്ഥം പറഞ്ഞ എന്തെങ്കിലും വരും? അർഹൻ അല്ലാതെ വേറെ ഒരു വാക്ക് പറയും.
സ്തുതിക്കപ്പെടുന്നു. പെടുന്നവൻ അല്ലെങ്കിൽ പെട്ടവൻ എന്നാണ് അല്ലെ. അതായത് മഫ്ഊലിന്റെ രൂപമാണ്. ഫാഇലിന്റെ ആധിക്യമല്ല, മഫ്ഊലിന്റെ ആധിക്യമാണ് ഹമീദ്. ഇത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ. ഉം. അതേപോലെ ഇവിടെ വക്കീൽ എന്ന് പറഞ്ഞാൽ പരമേൽപ്പിക്കപ്പെട്ടവൻ. സ്തുതിക്കപ്പെടുന്നവൻ, പെട്ടവൻ. പരമേൽപ്പിക്കപ്പെടുന്നവൻ. വഹുവ അലാ കുല്ലി ഷൈഇൻ വക്കീൽ, എല്ലാത്തിനും പരമേൽപ്പിക്കപ്പെടുന്നവൻ അവനാണ്. ഇതൊക്കെ നമ്മൾ വ്യാപകമായ ആഴത്തിൽ ചിന്തിച്ചു നോക്കാം. അൾട്ടിമേറ്റ്ലി ആരെ തന്നെ പരമേൽപ്പിക്കണം? ദ ഒറിജിനൽ ക്രിയേറ്ററെ തന്നെ. ഒറിജിനൽ ഇവിടെ ഇവിടെ എന്താണ് ഖൽഖാണ് പറഞ്ഞത്. അള്ളാഹു ഖാലിഖാണ് എന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഖാലിഖ് കുല്ലി ഷൈഇൻ. അപ്പം ഒറിജിനൽ ക്രിയേറ്ററെ തന്നെ എന്ത് ചെയ്യണം? ഇബാദത്ത് ചെയ്യണം. ഒറിജിനൽ ക്രിയേറ്ററെ തന്നെ അവനെ തന്നെ പരമേൽപ്പിക്കണം, എന്നാലേ കാര്യം നടക്കുള്ളൂ. ഇവിടെ വേറൊരു സംഭവം കണ്ട്. 21-ാം നൂറ്റാണ്ടിലെ ആൾക്കാർ ചോദിക്കും കാണിച്ചു തരുമെന്ന് പറയും. ഇത് ആരും വിചാരിക്കരുത് ദൈവം എവിടെയെന്ന്. ഇപ്പോഴുള്ള പുതിയ ആൾക്കാർ ചോദിക്കുകയാണ്. നമ്മളെ ബുദ്ധിജീവികളാണ് നമ്മൾ, എന്താ പറയാ, ബുദ്ധിജീവികളാണ് എന്നൊന്നും നമ്മൾ എന്ന് വിചാരിച്ചിട്ടാണ് ഇവര് പറയുന്നത്. അതേസമയം എന്താണ് ഇത്? ശിലായുഗത്തിലുള്ള ആൾക്കാർ ചോദിച്ചെന്ന സംഭവമാണ്. അന്ന് അവർ പറഞ്ഞിരുന്നു, ഞങ്ങൾ കാണിച്ചു തരൂ. മൂസാ നബി അലൈഹി സ്വലാമയുടെ വ്യക്തമായി പറഞ്ഞ കാര്യം നമ്മൾ പറയുന്നുണ്ടല്ലോ, അരിനല്ലാഹ ജഹറത്തൻ, അള്ളാഹ് തെളിച്ചത്തിൽ ഒന്ന് കാണിച്ചു തരും. അപ്പൊ അതേപോലെ സംഗതി അതിന് മുമ്പുള്ള ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും പുതിയതല്ല. അതാണ് അപ്പൊ അതാണ് പറയുന്നത്. ലാ തുദിരിക്കുഹുൽ അബ്സാർ. ലാ തുദിരിക്കു എന്നതിന്റെ കർത്താവ് ആരാണ് ഈ സെന്റൻസിൽ? അബ്സാറാണ്. അബ്സാർ ദൃഷ്ടികൾ. ലാ തുദിരിക്കു ഹു, അവനെ പ്രാപിക്കുകയില്ല. അപ്പൊ ദൃഷ്ടികൾക്ക് അവനെ കാണാൻ കഴിയില്ല. വഹുവ യുദിരിക്കു അൽ അബ്സാറ, അവൻ എന്ത് ചെയ്യും? അവൻ ദൃഷ്ടികളെ പ്രാപിക്കും. അല്ലേ? അപ്പൊ ഇതെന്ത് ചെയ്തു? ഖാലിഖ് കുല്ലി ഷൈ ആയവനും അതേപോലെ വഹുവ അലാ കുല്ലി ഷൈഇൻ വക്കീലായവനും പിന്നെ എന്ത് പറഞ്ഞു? അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. നിങ്ങൾ ആരെയാണോ ആരാധിക്കേണ്ടത്? അങ്ങനെയുള്ള ഒരു എൻറ്റിറ്റി ഉണ്ട്, ഒരു അസ്തിത്വമുണ്ട്. ആ അസ്തിത്വത്തെ നിങ്ങൾ കാണാൻ കഴിയില്ല. അവൻ എല്ലാത്തിനെയും കാണുകയും ചെയ്യുന്നു. അവനെ എങ്ങാനും നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞാൽ അത് വേറൊരു തലത്തിലേക്ക് വ്യാഖ്യാനങ്ങൾ പോകും. അപ്പൊ അതുകൊണ്ട് ആ എൻറ്റിറ്റിയെ കാണാൻ സാധിക്കാതിരിക്കുക എന്നതാണ് യുക്തി. അവനെ കാണിച്ചു തരുമെന്ന് ചോദിക്കുന്നതല്ല യുക്തിവാദം. മറിച്ച് ആ എൻറ്റിറ്റിയെ കാണാൻ കഴിയില്ല. അത് ഇതൊരു ഒരു ഫിലോസഫിക്കലായിട്ട് സംഭവം. ലാ തുദ്രിക്കുൽ അബ്സാറു വഹുവ യുദ്രിക്കുൽ അബ്സാറ വഹുവൽ ലത്തീഫ് അൽ ഖബീർ. അവനെന്താണ്? ലത്തീഫുമാണ് ഖബീറുമാണ്. സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഈ രണ്ടും അതിന്റെ സൂക്ഷ്മ ദൃഷ്ടിയുള്ളവനും ഖബറിന്റെ ഖബർ അറിയുന്നവനും, ഖബറിന്റെ ഉള്ളിലുള്ള ഖബർ അറിയുന്നവനും. നമ്മൾ പല വാക്കുകളിലും അഭിജ്ഞനും സൂക്ഷ്മജ്ഞാനിയും എന്നൊക്കെ പറയും. ഖദ് ജാഅക്കും ബസായിറു മിർ റബ്ബിക്കും. എല്ലാം ആ നിലയ്ക്ക് നമ്മൾ ചിന്തിക്കണം. ബുദ്ധിയുടെ ആഴത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് ചിന്തിക്കേണ്ട സംഗതികളാണ്. ഖദ് ജാഅക്കും, നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. ഓൾറെഡി യു ഗോട്ട് എന്ന് പറയുന്ന പോലെയാണ്. ഖദ് ജാഅക്കും, നിങ്ങളുടെ അടുക്കൽ എത്തിയിരിക്കുന്നു. ബസായിർ എന്ന് പറയുമ്പം ഉൾക്കാഴ്ചയുള്ളത്. ബസീറത്തുൻ,
അതേപോലെ യുക്തി എന്താ പറയാ നിയമങ്ങളാൽ തെളിവുകളാൽ സ്ഥാപിക്കപ്പെട്ടത്, പ്രമാണങ്ങളാൽ സ്ഥാപിക്കപ്പെട്ടതും അതേപോലെ ഉൾക്കാഴ്ചയുള്ളതുമായ സംഗതികൾ. ബസായിറു മിർ റബ്ബിക്കും എവിടെ നിന്ന് എത്തിയിരിക്കുന്നത്? നേരത്തെ പറഞ്ഞ ഖാലഖ കുല്ലി ഷൈഇൻ എന്ന് പറഞ്ഞ ദാലികും അല്ലാഹു റബ്ബുക്കും എന്ന് പറഞ്ഞ റബ്ബിൽ നിന്ന്, അള്ളയിൽ നിന്നും എത്തിയിരിക്കുന്നു എന്നല്ല. അള്ള എന്ന് പറയുമ്പോൾ ഖാലിഖിന് കൊടുക്കുന്ന ഒരു നാമമാണ് അള്ള എന്നത്. അവിടെ എന്ത് ചെയ്തു? അവിടെ എന്ത് ചെയ്തു? അള്ളയുടെ വിശേഷണമാണ് ഉപയോഗിച്ചത്. അള്ളയുടെ വിശേഷണമാണ്, റുബൂബിയ്യത്ത് എന്നതാണ് ഉപയോഗിച്ചത്. അപ്പൊ ആ റുബൂബിയ്യത്ത് ആരുടെ കയ്യിലാണ്? അവന്റെ അടുക്കൽ നിന്നും നിങ്ങൾക്ക് എന്ത് വന്നിരിക്കുന്നു? പ്രമാണങ്ങളാൽ സുബദ്ധമായ ഉൾക്കാഴ്ചയുള്ള വസ്തുതകൾ എത്തിയിരിക്കുന്നു. ഫമൻ അബ്സറ ഫലിനഫ്സിഹി. അബ്സറ എന്ന് പറഞ്ഞാലും ബസുറ എന്ന് പറഞ്ഞാലും രണ്ടും ഒരേ അർത്ഥം തന്നെ. കണ്ടു, അബ്സറ കണ്ടു, ബസുറ കണ്ടു. അബ്സറയ്ക്ക് മഫ്ഊലുൻ ബിഹി ഉണ്ടാകും, ബസുറയ്ക്ക് മഫ്ഊലുൻ ബിഹി ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഉണ്ടാവുകയില്ല. ഇവിടെ അബ്സറ എന്നത് മഫ്ഊലുൻ ബിഹി ഇല്ല എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ ബസുറയ്ക്ക് മഫ്ഊലുൻ ബിഹി കാണുകയില്ല. അതെന്താണ്? മഫ്ഊലുൻ ബിഹി ഇല്ലാത്ത ക്രിയയാണ്. അബ്സറ മിക്കവാറും 99% മഫ്ഊലുൻ ബിഹി ഉള്ള ക്രിയ ആയിട്ടാണ് ഉപയോഗിക്കുക. ഇതാണ് അതിന്റെ പ്രധാനപ്പെട്ട വ്യത്യാസം. അതേപോലെ ബസുറ എന്നത് 3 അക്ഷരമുള്ളതാണ്, അബ്സറ എന്നുള്ളത് 4 അക്ഷരമാണ്. അപ്പൊ കുറച്ചുകൂടെ കാഴ്ചയ്ക്ക് ശക്തി കൂടും, തീവ്രത കൂടും. ഫമൻ അബ്സറ ഫലിനഫ്സിഹി. ഏതൊരുവൻ കണ്ടുവോ അത് അവന് ഉപയോഗപ്പെടും. ഉൾക്കാഴ്ചയുള്ള തെളിവുകളാൽ സുബദ്ധമായ വസ്തുതകൾ, പാഠങ്ങൾ ഒക്കെ വന്നിരിക്കുന്നു. ഫമൻ അബ്സറ, ഏതൊരുവൻ കണ്ടുവോ അത് അവന് പ്രയോജനം ചെയ്തു. ഫലിനഫ്സിഹി, അത് അവനുള്ളതാണ്, അത് അവന് തന്നെയാണ് നല്ലത്. പിന്നെന്താ പറഞ്ഞത്? അബ്സറയുടെ ഓപ്പോസിറ്റ് എന്താ പറഞ്ഞത്? ഒമൻ ആമിയ, ഒമൻ ആമിയ ഫഅലൈഹ. ആദ്യം പറഞ്ഞത് അബ്സറ ഫലി നഫ്സിഹി. അപ്പൊ ലീ അവന് എന്താണ്? അത് പ്രയോജനം ചെയ്യും എന്നാണ്. ഒമൻ ആമിയ, ആമിയ എന്താണ്? അന്ധൻ. അന്ധനായി. അന്ധനായി, ആമിയ അന്ധനായി. അന്ധനായി. ആ അന്ധനായി. ഏതൊരുവൻ അന്ധനായോ ഫഅലൈഹ, ഏതൊരുവന് അന്ധത ബാധിച്ചുവോ ഫഅലൈഹ, അത് ആ നഫ്സിന് എതിരാണ്. അവൻ അന്ധത ബാധിച്ചാൽ അതെന്ത് സംഭവിക്കും? അത് അവന് എതിരായിട്ടാണ് ഭവിക്കുക. അവനെതിരായിട്ടാണ് ഭവിക്കുക. അമിയ അലൈഹ എന്ന് പറഞ്ഞാല് എതിരായിട്ട് എന്നാണ്. അമിയ അല അല അല്ല, വന്ന അമിയ അല അങ്ങനെയല്ല പറയേണ്ടത്. ഫമൻ അമിയ, ഏതൊരുവൻ അന്ധനായോ ഫ, അപ്പോൾ അലൈഹ. അല എന്ന് പറഞ്ഞാൽ എന്താണ്? എതിരിൽ എന്ന അർത്ഥം വരും. അല എന്ന് പറഞ്ഞാൽ എതിരിൽ എന്ന അർത്ഥം വരും. ഇത് നമ്മൾ ആ 2 സെന്റൻസുകൾ ഒരുമിച്ച് വായിക്കണം. ബസായിറു മിർ റബ്ബിക്കും ഫമൻ അബ്സറ ഫലി നഫ്സിഹി. ഏതൊരുവൻ കണ്ടോ അത് അവന് ഉള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പോസിറ്റീവ് ഫോർ ഹിം. ഒമൻ അലൈഹ എന്ന് പറഞ്ഞാൽ ഒമൻ അമിയ, അവൻ അന്ധത നടിച്ചു അല്ലെങ്കിൽ അന്ധനായി അന്ധത ബാധിച്ചാൽ ഫ അലൈഹ, ഇറ്റ് ഈസ് എഗൻസ്റ്റ് ഹിം. ആ പ്രയോഗത്തിൽ നിന്നാണ് അർത്ഥം മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അവിടെ ഇത് വരേണ്ടത് അബ്സറയുടെ കൂടെ ലീ വരേണ്ടതും അമിയയുടെ കൂടെ അല വരേണ്ടതും അതിനോട് ഒരുമിച്ച് വരേണ്ട പ്രിപ്പോസിഷൻ ഒന്നും അല്ല. അത് പ്രയോഗം തന്നെയാണ്, സെന്റൻസിന്റെ പ്രയോഗം. അലൈഹ എന്നാണ് പറയുമ്പോ, ഹ എന്ന് പറയുമ്പോ അത് അതെ, അവന് നഫ്സ്. നഫ്സ്. ഓക്കെ. നഫ്സ്.
അവന്റെ നെഫ്സിനെതിരായിരിക്കുന്ന. അതെ, അതെല്ലാം നമ്മൾ ആ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കണം. മൻ ഉം. ഉപയോഗിച്ചുകൊണ്ട് മണ്ണിലേക്ക് മടങ്ങുന്ന നഫ്സി ഹി എന്നാണ് ഉപയോഗിച്ചത്. പിന്നെ നഫ്സ് വന്നപ്പോഴത്തേക്ക് എന്തായി? അമി അപ്പൊ വന്നപ്പോ അലൈഹ എന്ന ലമീർ മുഅന്നസ് ആണ് ഉപയോഗിച്ചത്. ഓരോന്നിനും ഇറങ്ങി ചിന്തിക്കാൻ നിന്നാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനുണ്ട്. അതെ, അവിടെ ഇവിടെ നഫ്സ് ഹി എന്നും കൊണ്ട് അവിടെ ഹാന്ന് ഉണ്ടാവും. അതെ അതെ അതെ. അതാണ് അന അലൈക്കും ബിഹഫീം. ഞാൻ എന്തല്ല, ഹഫീം അല്ല, സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ടവനല്ല. ഞാൻ നിങ്ങളുടെ മേൽ സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ടവനല്ല, സൂക്ഷിപ്പുകാരനല്ല. നിങ്ങളെ സൂക്ഷിക്കുക, സംരക്ഷിക്കുക എന്നത് എന്റെ ബാധ്യതയല്ല. മറിച്ച് എന്റെ ബാധ്യത എന്താണ്? ഇൻഫർമേഷൻ പാസ് ചെയ്യുക എന്നതാണ്. ഇൻഫർമേഷൻ പാസ് ചെയ്യുക എന്നതാണ്. ഒമാ അലൈന ഇല്ലൽ ബലാഗുൽ മുബീൻ അല്ലേ? അമാ അലൈക ഇല്ലൽ ബലാഗുൽ മുബീൻ. എന്തായിരുന്നാലും അത് പിന്നെ ഇത് ആരും ഉൾക്കാഴ്ചയുള്ള അറിവ് ആരും മനസ്സിലാക്കി അവന് അത് അങ്ങനെയല്ലേ വരുന്നത്. അവനത് പ്രയോജനപ്പെടും. ആരവന് എതിരാണോ അത് അവന് പ്രയോജനം ഉണ്ടാവുകയില്ല. കണ്ടാൽ അത് അവന് കൊള്ളാം, കണ്ടില്ലെന്ന് നടിച്ചാൽ അത് അവന് ആ, തന്നെയായിരിക്കും ദോഷം. ദോഷം അത് തന്നെ. മനസ്സിലാക്കിയാലെന്നുള്ള അർത്ഥത്തിലാണ് വരുന്നല്ലേ കാണുക എന്ന് പറഞ്ഞാൽ ഇവിടെ ദൃഷ്ടി കൊണ്ടുള്ള കാഴ്ചയല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് എന്താണ്? അത് അവന് ഉൾക്കൊണ്ടാൽ, മനസ്സിലാക്കിയാൽ എന്നർത്ഥം. നമ്മൾ പറയേണ്ട കാര്യമില്ല അത്. അതേപോലെ അമിയ എന്ന് പറഞ്ഞാൽ അവന് കണ്ണ് കാണാതായി എന്നല്ല എന്റെ അർത്ഥം. അതുകൊണ്ടാണ് അന്ധത നടിക്കാൻ എന്ന വാക്ക് ഞാൻ ഇടയ്ക്ക് ഉപയോഗിച്ചത്. അപ്പൊ അന്ധത നടിക്കേ പറ്റുള്ളൂ. കണ്ണിന് കാഴ്ച ഉണ്ടാവും, കണ്ണിന് കാണാൻ പറ്റും. പക്ഷേ സത്യം, ധർമ്മം, ന്യായം, നീതി ഇതൊന്നും അവർക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അവൻ അന്ധനാണെന്നാണ്. കദാലിക നുസർരിഫുൽ ആയാതി. ഇപ്രകാരം എന്ത് ചെയ്തു? നമ്മൾ സർഫാക്കുന്നു. സർഫ എന്ന് പറഞ്ഞാൽ ഒരു ക്രിയയെ സർഫാക്കുന്നു. സർഫാക്കൂല്ലേ? ഫതഹ ഫതഹു ഫതഹത ഫതഹ. വിവിധ രൂപത്തിലാക്കുന്നു. ഇവിടെ എന്താണ്? ആയാത്തുകളെയാണ്, ദൃഷ്ടാന്തങ്ങൾ നമ്മൾ വ്യവച്ഛേദിച്ച് കാണിച്ചു കൊടുക്കുന്നു. ഫാല മുതൽ ഫായില് മഫൂല്, അതിന്റെ പിന്നെ എന്താണ് ക്രിയാധാരം എന്താണ്? നമ്മളെന്താണ് ഈ രൂപങ്ങളെല്ലാം വ്യതിരിക്തമാക്കുന്നതിന് നമ്മൾ സർഫ് എന്ന് പറയും. സർറഫ യുസരിഫു തസ്രീഫ്. അപ്പൊ എന്ത് ചെയ്തു? കദാലിക നുസർരിഫു, നാം അങ്ങനെ വ്യവച്ഛേദിച്ച് വ്യക്തമാക്കി കൊടുക്കുന്നു. സ്വീകരിക്കുന്നതാണെങ്കിൽ പറയാം. അൽ ആയാത്ത് ഇതാണ് തെളിവുകൾ, ദൃഷ്ടാന്തങ്ങൾ, പ്രമാണങ്ങൾ, സൂക്തങ്ങൾ എല്ലാം ഇതിൽ വരും. അള്ളാഹ് പറഞ്ഞ കാര്യങ്ങളെ വ്യക്തമാക്കി കൊടുക്കുന്നു, പറഞ്ഞ സൂക്തങ്ങളെ വ്യക്തമാക്കി കൊടുക്കുന്നു, അള്ളാഹ് കാണിച്ചു കൊടുത്ത ദൃഷ്ടാന്തങ്ങളെ വ്യക്തമാക്കി കൊടുക്കുന്നു. അള്ളാഹ് പല പല ദൃഷ്ടാന്തങ്ങളെയും അവർക്ക് വിശദീകരിച്ച് കാണിച്ചു കൊടുക്കുന്നു. എല്ലാം ഈ ആയാത്തിൽ, നുസർരിഫുൽ ആയാത്തിൽ വരും. വലിയഖൂലൂ ദറസ്ത. വലിയഖൂലൂ ദറസ്ത. ദറസ്ത എന്ന് പറഞ്ഞാൽ എന്താ? ദറസ്ത നീ പഠിച്ചു. നീ പഠിച്ചു. മദ്രസ പറഞ്ഞാൽ പഠിക്കുന്ന സ്ഥലം. അവിടെ സ്കൂൾ എന്ന് പറയുന്നു മദ്രസയ്ക്ക്. അവരെന്ത് പറഞ്ഞിരുന്നു? ഖുറൈശികളോട് ചെന്ന് പറയുമ്പോ ഈ സൂക്തങ്ങളൊക്കെ ഓതി കൊടുക്കുമ്പോഴത്തേക്ക് ഖുറൈശികൾ എന്താ പറഞ്ഞത്? ഇയാൾ എവിടെന്നോ പഠിച്ചിട്ട് വരികയാണ്, ഇയാൾ വല്ല പാതിരികളുടെ അടുത്തൊന്നും പഠിച്ചിട്ട്, ക്രിസ്ത്യൻ പാതിരികളെയാണ് അവർക്കറിയുന്നത്. ആ പാതിരികളുടെ അടുക്കൽ നിന്നും പഠിച്ചിട്ട് വരികയാണ്. അതാണ് അവർ കേട്ട അവസാനം മറ്റേ തൗറയുടെ ആളുകൾ. ജൂതന്മാരിൽ നിന്നോ ക്രിസ്ത്യാനിൽ നിന്നോ എവിടെ നിന്നെങ്കിലും ഇയാൾ ഏതെങ്കിലും പുരോഹിതന്മാരിൽ നിന്നോ അതേപോലെ മതപണ്ഡിതന്മാരിൽ നിന്നോ പഠിച്ചിട്ടൊന്ന് പറയുകയാണ്. ദറസ്ത അടി യക്കൂലു ദറസ്ത. അവർ പറയുന്നതിനും ദറസ്ത നീ പഠിച്ചിട്ട് വന്നു.
വലിനുബയ്യിനഹു, നേരത്തെ പറഞ്ഞ നുസരിഫുവിന്റെ മറ്റൊരു വാക്കാണ്. നുബയ്യിനഹു, നാം വ്യക്തമാക്കി കൊടുക്കുന്നതിനും. ലിഖൗമി യഅലമുൻ, വിവരമുള്ള ആൾക്കാർ. അപ്പൊ വിവരമുള്ള ആൾക്കാർക്കേ ഇത് മനസ്സിലാകും. വിവരമുള്ള ആൾക്കാർക്കേ മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മളെ സമയത്തോളം നമ്മുടെ ദൗത്യം ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കുക എന്നാണ്. നമ്മൾ വ്യക്തമാക്കി കൊടുത്തതിന് ശേഷവും അവർ അവരുടേതായ ശൈലിയിലും രൂപത്തിലും ഭാവത്തിലും നിലക്കൊണ്ടാൽ അവരോട് നമ്മൾ ഈർഷ്യതയൊന്നും കാണിക്കേണ്ട കാര്യമില്ല. അഥവാ അതുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു, ഇയാൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്ന ഒരു ഖേദം, സങ്കടം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ അവരോട് ഈർഷ്യതയോ അല്ലെങ്കിൽ മറ്റൊന്നും കാണിക്കേണ്ടതില്ല. നമ്മളെന്ത് ചെയ്യുന്നു? അള്ളാഹ് എന്ത് ചെയ്യുന്നു? മുസർരിഫുൽ ആയാത്തി, സുക്തങ്ങളെ, തെളിവുകളെ, പ്രമാണങ്ങളെ വ്യക്തമാക്കി കൊടുക്കും. വലിയ യഖൂലു ദറസ്ത, അവർ നീ പഠിച്ചിട്ട് വരുന്നവനാണ് എന്ന് അവർ പറയുന്നതിനും. നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ അവർ പറയും നീ ഇത് എവിടെന്നോ പഠിച്ചിട്ട് വരികയാണ്. നിനക്ക് വഹി നൽകുമ്പോൾ അവര് പറയും ഇത് എവിടെന്നോ പഠിച്ചിട്ട് വരികയാണ്. വലിനുബയ്യിനഹു ലിഖൗമി യഅലമൂൻ, ജനങ്ങൾ, വിവരമുള്ള ജനങ്ങൾക്ക് നാം വ്യക്തമാക്കി കൊടുക്കുന്നതിനും വേണ്ടിയാകുന്നു ഇത്. ഇത്തബിഅ മാ ഊഹിയ ഇലൈക മിർ റബ്ബിക്, നിനക്ക് നിന്റെ റബ്ബിൽ നിന്നും, അവിടെ റബ്ബിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഖാലഖ കുല്ലി ഷൈഇ എന്ന് പറഞ്ഞ ബദിഉ സമാവാതി വൽ എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ ഖാലഖുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികളും നോക്കുക. ഇത് ആ ഖാലഖിന്റെ കയ്യിലാണ് റുബൂബിയ്യത്ത് ഉള്ളത്. ആ റുബൂബിയ്യത്ത് ആരുടെ കയ്യിലാണോ ഉള്ളത്, അവൻ നിനക്ക് ബോധനം നൽകുന്നുണ്ടല്ലോ, ആ ദിവ്യ ബോധനത്തെ ഫോളോ ചെയ്യുക, അത് ഫോളോ ചെയ്യുക. ഇത്തബിഅ മാ ഊഹിയ ഇലൈക, നിനക്ക് എന്താണോ വഹി നൽകപ്പെടുന്നത് അത് ഫോളോ ചെയ്യുക. വീണ്ടും പറഞ്ഞു ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഒരു ഇലാഹും. അപ്പൊ ഉലൂഹിയ്യത്തിൻ്റെതായ, ഉലൂഹിയ്യത്ത് എന്താണെന്നുള്ളത് നമ്മൾ ഖുർആന്റെ മുമ്പും പിൻപും വെച്ചുകൊണ്ട് ചിന്തിക്കാൻ പറഞ്ഞു. ഉലൂഹിയ്യത്തിൻ്റെതായ ഒരൊറ്റ ഇനങ്ങളും വേറെ ആർക്കുമില്ല. ലാ ഇലാഹ ഇല്ലാഹു മുഴുവൻ തുടച്ചു നീക്കിയിട്ടാണ് അള്ളാഹ് അവിടെ എഴുതുന്നത്. വഅഅ്രിദ് അനിൽ മുശ്രിക്കീൻ, ഇത് ഇത്രയും വ്യക്തമാക്കി കൊടുത്തതിന് ശേഷവും പിന്നെയും ഉലൂഹിയ്യത്തിൻ്റെതോ റുബൂബിയ്യത്തിൻ്റെതോ അതേപോലെ അള്ളാന്റെ ഏതെങ്കിലും ഒരു സംഗതിയിൽ പങ്കു ചേർക്കുന്നവരുണ്ട്. ഇവിടെ മുശ്രിക്കൂൻ എന്ന് പറഞ്ഞാൽ അൽ മുശ്രിക്കൂനാണ് പറയുന്നത്. ഇപ്പൊ തൗഹീദിന് വ്യത്യസ്ത ഭാഗങ്ങളുണ്ട്. തൗഹീദുൽ ഉലൂഹിയ്യത്തുണ്ട്, തൗഹീദുൽ റുബൂബിയ്യത്തുണ്ട്, തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്തുണ്ട്. അവന്റെ അസ്മായിലോ സിഫാത്തിലോ അവന്റെ നാമങ്ങളിലോ ഗുണനാമങ്ങളിലോ ഗുണവിശേഷങ്ങളിലോ അവന്റെ റുബൂബിയ്യത്തിലോ ഉലൂഹിയ്യത്തിലോ ഏതെങ്കിലും ഒന്നിൽ പങ്കു ചേർക്കണം എന്ന് പിന്നെയും താല്പര്യത്തോടു കൂടി നിലനിൽക്കൊള്ളുന്ന ആൾക്കാർ, പിന്നെയും പങ്കു ചേർത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം ഷണ്ടം, അവരെ ഒഴിവാക്കുക, അവഗണിച്ചു കളയുക. അനിൽ മുശ്രിക്കീൻ. അപ്പൊ നമ്മളെ പ്രബോധനത്തിന്റെ വേറൊരു ഘട്ടമാണ്. അവരോട് യുക്തിഭദ്രമായ രീതിയിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെയും അവർ ഉൾക്കൊള്ളുന്നില്ല എങ്കിൽ അവരെന്ത് ചെയ്യുക? അവരെ അവഗണിക്കുക. വലൗ ശാ അല്ലാഹു മാ അശ്റകൂ, അള്ളാഹ് വിചാരിച്ചിട്ട് അവരെല്ലാവരും ഏകദൈവത്തെ തന്നെ ആരാധിക്കണം എന്ന് അള്ളാഹ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തന്നെ ആരാധിക്കും. അല്ലെ, ചില മരങ്ങളുണ്ടാവും, മഗ്‌രിബാകുമ്പോൾ അവരെ നമസ്കരിക്കും. ചില ഇലകൾ എന്ത് ചെയ്യും? സുജൂദിൽ പോകുന്നതാണ്. ആ ഒരു ഇലയും ഒരു മഗ്‌രിബിനും എന്ത് ചെയ്യുന്നില്ല, മഗ്‌രിബിന് സുജൂദ് ചെയ്യുന്ന ഇലകളുണ്ടാവും, മഗ്‌രിബ് ആകുമ്പോൾ സുജൂദ് ചെയ്തിരിക്കും. അല്ലേ, മൃഗങ്ങൾ അവയെല്ലാം എന്ത് ചെയ്തിരിക്കുന്നു? ആരാധിക്കുന്നു. അള്ളയെ തന്നെയാണ് ആരാധിക്കുന്നത്. അള്ളയെ തന്നെയാണ്, അള്ളാഹ് പറഞ്ഞതുപോലെ തന്നെയാണ് അവ ചെയ്യുന്നത്. അതൊന്നും എന്ത് ചെയ്യുന്നില്ല, അള്ളയെ ധിക്കരിക്കുന്നില്ല. അതേപോലെ മനുഷ്യനെയും ആക്കാൻ പറ്റുമായിരുന്നു. വലൗ ശാ അല്ലാഹു മാ അശ്റകൂ, അള്ളാഹ് വിചാരിച്ചിരുന്നെങ്കിൽ മറ്റ് മൃഗങ്ങളെയും ജീവജാലങ്ങളെയും സസ്യലതാദികളെയും ഒക്കെ പോലെ ആക്കുമായിരുന്നു. മാ അശ്റകൂ, അവർ പങ്കു ചേർക്കുമായിരുന്നില്ല. വലൗ ശാ അല്ലാഹു, അള്ളാഹ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ മാ അശ്റകൂ, അവർ പങ്കു ചേർക്കുമായിരുന്നു. മാ ജഅൽനാക അലൈഹിം ഹഫീള. നേരത്തെ നബിയുടെ വാക്കിലൂടെ പറയാൻ പറഞ്ഞു മാ അന അലൈക്കും ബിഹഫീള്. ഇവിടെ വീണ്ടും പറയാണ് മാ ജഅൽനാക അലൈഹിം ഹഫീള, താങ്കളെ അവരെ
മേൽനോട്ടക്കാര് സംരക്ഷകരൊന്നും ആക്കിയിട്ടില്ല. അമാന്ത അലഹിം ബി വക്കീൽ, നീ അവരുടെ വക്കീലുമല്ല, കൈകാര്യകർത്താവുമല്ല, അഥവാ അവർ ഫലമേൽപ്പിക്കപ്പെടുന്നവനുമല്ല, അവർ നിന്നെ ഫലമേൽപ്പിക്കേണ്ട അവസ്ഥയിലും അല്ല. അമാന്ത അലഹിം ബി വക്കീൽ. ولا تسبوا الذين يدعون من دون الله فيسبوا الله عدوا بغير علم. فلا تسبوا, നിങ്ങൾ എന്ത് ചെയ്യരുത്? സബ്ബെ സുബു, ചീത്ത പറയരുത്. ചീത്ത പറയരുത്. ലാ തസബ്ബു, ലാ തസബ്ബു എന്ന എന്താണ്? നെഹിയാണ്. നെഹിക്കും ഉണ്ടാകും റിസൾട്ട്, അമ്രിനുണ്ടാകും റിസൾട്ട്, നെഹിക്കും ഉണ്ടാകും റിസൾട്ട്. അതിന്റെ റിസൾട്ടാണ് ഫയസുബുല്ലാഹ. ലാ തസബ്ബു ഫയസുബുല്ലാഹ. ലാ തസബ്ബു, നിങ്ങൾ ചീത്ത വിളിക്കരുത്. ഫയസുബുല്ലാഹ, അപ്പോൾ അവർ ചീത്ത വിളിക്കാൻ ഇടയാകും, അള്ളാഹെ ചീത്ത വിളിക്കാൻ ഇടയാകും. ലാ തസബ്ബു അല്ലദീന, അല്ലദീന ലാ തസബ്ബു എന്ന മഫ്ഊലും ബിഹിയാണ് അല്ലദീന, കേട്ടോ. ലാ തസബ്ബു, നിങ്ങൾ ചീത്ത വിളിക്കരുത്. ആരെ? അല്ലദീന. അല്ലദീന, പിന്നെ അല്ലദീന വിശദീകരണമാണ് യദ്ഊന, അവർ വിളിക്കുന്നു. മിൻ ദൂനില്ലാഹി, അള്ളാഹു അല്ലാത്തവരെ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന എന്നർത്ഥം. നമ്മളിലും പലരും ഉണ്ട് ഇപ്പോഴും അള്ളാഹ് അല്ലാത്തവരെ വിളിക്കുന്നവര്. ഒരാപത്ത് വന്നാൽ അവരുടെ വായിൽ പെട്ടെന്ന് വരിക ചില മഹാന്മാരുടെ പേരുകളായിരിക്കും. അപ്പൊ ഇവിടെ വിളിച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിലും അല്ലദീന യദൂന എന്ന വാക്യേ പറഞ്ഞോളൂ. ഇവിടെ അല്ലദീന യദൂന, അവിടെ വിളിക്കാൻ തന്നെ വാക്കല്ലേ പറഞ്ഞോളൂ. വിളിച്ച് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അള്ളാഹ് അല്ലാത്ത ഒരാളെ വിളിച്ചിട്ട് വേറെ ചോദിക്കേണ്ട കാര്യമില്ല. ആ ഒരർത്ഥത്തിൽ ആപത്ത് ബാധിക്കുമ്പോൾ വിളിക്കേണ്ടത് അള്ളയാണ്. അതിന് പകരം വേറൊരാളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ അവസ്ഥയാകും. അപ്പൊ അവരെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ആ വിളിക്കപ്പെടുന്ന മഹാന്മാരെ, അവര് മഹാന്മാരായിരുന്നിട്ടുണ്ട്, അവര് മുഖേന ആയിരക്കണക്കിന് ആൾക്കാർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവര് സത്യത്തിൽ നിന്നും ധർമ്മത്തിൽ നിന്നും നീതിയിൽ നിന്നും അണുകിട വ്യതിചലിച്ചിട്ടില്ല. എന്റെ അടുത്ത് എന്താ പണം ഉണ്ടത്, ഇത്ര പണം ഉണ്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ അടുത്ത് ഒരു നാണയമുണ്ട്, ആ നാണയം എൻ്റെ ഉമ്മ എൻ്റെ ഉടുപ്പിന്റെ അകത്ത് വെച്ച് തന്നാണെന്ന് പറഞ്ഞു. പിന്നി പിടിപ്പിച്ചാണ്, കള്ളന്മാര് മോഷ്ടിക്കാതിരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ തന്നെ അദ്ദേഹത്തെ വെട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പൊ അത്രയും സത്യസന്ധരായ ആൾക്കാരാണ്. പക്ഷെ അവരെ നമ്മൾ എന്ത് ചെയ്യുന്നു? അവര് നമ്മൾ അള്ളയേക്കാളും മഹത്വം കൽപ്പിക്കുന്നു. അപ്പൊ അവരോടുള്ള നിലപാടിലും നമ്മൾ എന്ത് ചെയ്യണം? മിതത്വം പാലിക്കണം. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, അതൊരു നിലപാടാണ്. ഇനി അള്ളാഹ് അവർ ആക്ഷേപിച്ചാലും ആക്ഷേപിച്ചില്ലെങ്കിലും, പ്രത്യേകിച്ച് പ്ലൂറൽ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അദുവിന്റെ ക്രിയാധാതുവാണ് അദുവ്. ശത്രുത എന്നും പറയാം, അതേപോലെ ശത്രു എന്നും പറയാം. രണ്ട് രീതിയിലുള്ള പ്രയോഗമാണ് അവിടെ. ഫയസുബുല്ലാഹ് എന്നുള്ളത് അവിടെ ജസ്മ ചെയ്തതല്ല. അപ്പൊ എന്താണ് അവിടെ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ കണ്ടീഷന്റെ റിസൾട്ടാണ്. ലാ തസുബു എന്ത് ചെയ്ത്? മജ്സൂമാണ്. അതെന്താണ്? നെഹി ആയത് കാരണം മജ്സൂമാണ്. അമ്ര ലാലിൻ നെഹി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ജസ്മിന്റെ 4 കാര്യങ്ങൾ പഠിച്ചു. ഇൻ, ലം, ലമ്മ, ലാമ, ലം, ലാലിൻ നെഹി. 5 കാര്യങ്ങളുണ്ട്. ഇൻ, ലം, ലമ്മ, ലാമ, ലം, ലാലിൻ നെഹി. ലാമൽ അമ്പറും നഹിയുടെ ലാമും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? പ്രത്യേകം എണ്ണി പഠിക്കുന്നില്ല. കാരണം ഇഫ്അൽ, ഇഫ്അലു, ലാ തഫ്അൽ, ലാ തഫ്അലു എന്ന് നമ്മൾ പഠിക്കുന്നതുകൊണ്ട് പിന്നെ അവിടെ എണ്ണി പഠിക്കേണ്ടതില്ല. അപ്പൊ അവിടെ ജസ്മിയായിരുന്നു, അതേപോലെ അതിന്റെ റിസൾട്ടിനും ജസ്മിയാണ്. കണ്ടീഷൻ ആണല്ലോ.
ലാ തസ്ബു എന്ന് പറഞ്ഞാൽ അതാണ് പറഞ്ഞത്, നെഹി പോലെയാണ്. ആ അല്ല, നെഹി എന്താണ്? കണ്ടീഷൻ പോലെയാണ്. അതായത് കണ്ടീഷൻ എന്നല്ല പറയാൻ, ആ അംബറിന് റിസൾട്ട് എന്ന് പറഞ്ഞു, ജവാബുണ്ടെന്ന് പറഞ്ഞില്ലേ? ആ അംബറിന് ജവാബുണ്ടെന്ന് പറഞ്ഞു. അംബർ ഒരു കൽപ്പന ക്രിയ വന്നാൽ അത് ജവാബുണ്ട്. ആ ജവാബിന് നെസ്ബായിരിക്കും, ജസ്മായിരിക്കും. ഉദാഹരണങ്ങൾ വന്നിട്ടുണ്ടാവും നേരത്തെ. അതറിയാം. ഞാൻ ഈ ലാ തസ്ബ് പറയുമ്പോ അതേപോലെ വിരോധക്രിയ. തന്നെയാണ് വിരോധക്രിയ, കൽപ്പനക്രിയ പോലെ തന്നെയാണ് വിരോധക്രിയ. ആ അപ്പോഴും എന്ത് വരും? അതിന്റെ റിസൾട്ടിന് ജസ്മാൻ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ലാ തസ്ബു ഫയസബു, നിങ്ങൾ ചീത്ത വിളിക്കരുത്. ഫയസബു, അങ്ങനെ അവർ ചീത്ത വിളിക്കാൻ കാരണമാകും. അപ്പൊ അവിടെ എന്താണ്? ജസ്മാണ്, ജസ്മ ചെയ്യപ്പെടും. അപ്പോ അതുവൻ, അതായത് എന്താണ് പറഞ്ഞ്, അതായത് അതിന്റെ ക്രിയാധാതുവാണ് അതുവ്. അതുവ്, ശത്രുത. അതുവ് എന്നും പറയാം, ഷെദ്ദും കൊടുത്തും പറയാം, ഷെദ്ദില്ലാതെയും പറയാം. ഉദ്വാൻ വരും. ഋതുവാനും അതിൽപ്പെട്ടതാണ്, ക്രിയാധാതു. ഋതുവാൻ ശത്രുത. ഇവിടെ ടെക്സ്റ്റിൽ എഴുത്തതാന്ന് പരിധി ലംഘിച്ചു എന്നാണ് ഇവിടെ നമ്മൾ കിട്ടിയതിൽ. എന്താണ്? അതായത് പരിധി ലംഘി എഴുത്തതാ അതെ, അക്രമം ചെയ്തു എന്ന്. പരിധി ലംഘിച്ചു എന്നുള്ള രീതിയിലാർക്കും. പരിധി ലംഘിച്ചു, അതേപോലെ ശത്രുവായി, ഓക്കെ, മനസ്സിലായി. ശത്രുത കാണിച്ചു. ഉം. അതുവൻ ബിഗൈരി ഇൽമിൻ, അറിവില്ലാതെ. അറിവില്ലാതെ പരിധി ലംഘിച്ചുകൊണ്ട് എന്ത് ചെയ്യും? അവര് ചീത്ത വിളിക്കും. ശത്രുതയാലും പരിധി ലംഘനത്താലും. കദാലിക സയ്യന്ന ലികുല്ലി ഉമ്മത്തിൻ അമലഹും, കദാലിക അപ്രകാരം സയ്യന്ന നാം എന്ത് ചെയ്തു? അലങ്കൃതമാക്കി. ലിക്കുല്ലി ഉമ്മത്തിൻ അമലഹും, ഓരോ സമൂഹത്തിനും അവരുടെ പ്രവൃത്തി. അവരുടെ പ്രവൃത്തി എന്ത് ചെയ്തു? അറിയാമല്ലോ, ഓരോരുത്തരും ചെയ്യുന്നതാണ് വളരെ മനോഹരമായിട്ടാണ്. അവർ ഭയങ്കര, നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന കാര്യം ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതിൽ അവരെന്താണ് എൻജോയ് ചെയ്തുകൊണ്ട് അതിന്റെ പെർഫെക്ഷൻ, അവരുദ്ദേശിക്കുന്ന കുറെ ഒരു പെർഫെക്ഷൻ ഉണ്ടല്ലോ, ആ ഒരു സംഗതിയിലാണ് എന്ത് ചെയ്യുന്നത്? മനോഹരമാക്കി അവർ ചെയ്യുന്ന സംഗതിയാണ് ഏറ്റവും നല്ലത് എന്ന് അവർക്ക് തോന്നിപ്പിച്ചു കൊടുക്കുകയാണ്. അമലം, അത് മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു സംഭവമാണ്. അവൻ ചെയ്യുന്ന സംഗതിയാണ് ഏറ്റവും നല്ലത് എന്ന് അവന് തോന്നിപ്പിച്ചു കൊടുക്കുകയാണ്, അവന് തോന്നുകയാണ്. എന്ത് ചെയ്യുന്നില്ല? അവർ അതിന്റെ സത്യാസത്യങ്ങളെ കുറിച്ച് വിച്ഛേദിച്ച് മനസ്സിലാക്കുന്നില്ല. അതിന്റെ ന്യായാന്യായതകളെ കുറിച്ച് വിച്ഛേദിച്ച് മനസ്സിലാകുന്നില്ല. നമ്മൾ കുട്ടികളൊക്കെ പല സംഗതിയും കളിക്കുമല്ലോ. ഈ അടുത്ത ഒരു ദിവസം പത്രത്തിലും മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾ എന്ത് ചെയ്തു? പാമ്പിനെ പിടിച്ച് കുപ്പിയിലാക്കി. എന്നിട്ട് എന്ത് ചെയ്തു? അത് വീഡിയോ എടുത്ത് അമ്മയും അച്ഛനും ഇട്ടുകൊടുത്തു. അമ്മയും അച്ഛനോട് യാത്രയിൽ പോയതാണ്. അപ്പൊ അവര് അടുത്തുള്ളവരെ വിളിച്ചിട്ട് കുട്ടികൾ എന്താ ചെയ്യുന്നു? നിങ്ങളാരും കണ്ടില്ലായിരുന്നു. അപ്പൊ കുട്ടികൾക്ക് അറിയില്ല സംഭവം എന്താണെന്നുള്ളത്. അവര് സാധാരണ എന്തോ സംഭവത്തിനെ പിടിച്ച് അതിനകത്ത് കുപ്പിയിൽ കളിക്കുന്ന പോലെ അല്ലെ മീനൊക്കെ പിടിക്കുന്നു, അതിനെ പിടിച്ചു കളി. അപ്പൊ അതിന്റെ ഭവിഷ്യത്തിനെ കുറിച്ച് അവർ അറിയുന്നില്ല. അതെന്ത് ചെയ്യും? അവർ മനോഹരമായി ചെയ്തിട്ട് അവർക്ക് എന്ത് ചെയ്തു? അത് എൻജോയ് ചെയ്യാണ്. കുട്ടികൾ വീഡിയോ എടുത്ത് വിശേഷമാക്കി കൊടുത്തു. അതേപോലെ നമ്മൾ ചിന്തിച്ചാൽ മതി. അവർ ചെയ്യുന്ന കാര്യങ്ങൾ അലങ്കൃതമായി തോന്നിപ്പിച്ചെടുക്കും. ഉമ്മയില റബ്ബിഹിം മർജിഅഹും, പിന്നീട് അവർ അതും കൊണ്ട് അവരുടെ റബ്ബിന്റെ അടുക്കിലേക്കും വരും. മർജിഅഹും, അവരുടെ മടക്കസ്ഥാനം റബ്ബിന്റെ അടുക്കിലേക്കാണ്. അവിടെ വരുമ്പോൾ ഫയുനബ്ബിഉഹും, അവൻ അവർക്ക് അറിയിച്ചു കൊടുക്കും. ബിമാ കാനൂ യഅമലൂൻ, എന്താണ് അവർ ആക്ച്വലി ചെയ്തുകൊണ്ടിരുന്നതെന്ന്. മാ കാനൂ യഅമലൂൻ, അവര് എന്താണ് യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കും, അറിയിച്ചു കൊടുക്കും.
അപ്പോഴാണ് അവരതിന്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് അവരെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇത് മാരക വിഷമുള്ള. അപ്പൊ ഈ പാമ്പിനെ കുറിച്ച് ഈ പാമ്പ് അതിനെ കിട്ടിയ പേരൻസ് എന്ത് ചെയ്തു? അത് പാമ്പ് വിദഗ്ധനെ അയച്ചു കൊടുത്തു ഈ ഫോട്ടോ. ഇത് നിരുപദ്രവകാരിയാണോ അല്ലേ എന്ന്. ഈ വീഡിയോ അയച്ചു കൊടുത്തപ്പോഴത്തേക്ക് അതെന്താണ്? ഉഗ്ര വിഷമുള്ള പാമ്പാണെന്ന് അവർ മനസ്സിലായത്. ഒന്നാലോചിച്ച് നോക്കിയാൽ നമ്മൾ ഈ ഒരു ഉദാഹരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയും ദോഷമായ കാര്യമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തങ്ങൾക്ക് ഏറ്റവും ദ്രോഹകരമായ സംഗതിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അവൻ അവിടെ വരുമ്പോൾ പറഞ്ഞു കൊടുക്കും. അഖ്സമു ബില്ലാഹി ജഹ്ദ ഐമാനിഹിം. അവരെന്ത് ചെയ്തു? അഖ്സമു ബില്ലാഹി, അള്ളാഹെ കൊണ്ട് സത്യം ചെയ്തു. അഖ്സമ ലാ ഉഖ്സിമൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ജഹ്ദ ഐമാനിഹിം, അങ്ങേ അറ്റത്തെ സത്യം ചെയ്യൽ. ഐമാന് ജമീലിന്റെ ബഹുവചനം ഐമാന്. ശബദം സത്യം ചെയ്യൽ. അതേപോലെ അഷദ്ദുൽ ഐമാൻ, ഏറ്റവും ശക്തമായും തീവ്രമായും അങ്ങേ അറ്റത്തുനിന്നുമാണ്. അതായത് ജഹ്ദ ഐമാനിഹിം എന്നതാണ് പ്രയോഗം. എന്താ പറഞ്ഞത്? അവര് അങ്ങേയറ്റം ശപഥം ചെയ്തുകൊണ്ട് പറയുന്നത് എന്താ? ലയുഅ്മിനുന്ന എന്ന് പറഞ്ഞപ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? ലയുഅ്മിനുന്ന, വിശ്വസിക്കുക തന്നെ ചെയ്യും. അതിനെ പൂർണ്ണമായിട്ട് പറയും. അതിന്റെ ലമീർ സർവനാമം ചേർത്ത് പറയും. അവർ അവർ യഅ്മിനൂന അവർ വിശ്വസിക്കുക തന്നെ. അപ്പൊ പത്ത് കിട്ടാലോ? മിനന്ന എന്ന് പറഞ്ഞാൽ അവൻ വിശ്വസിക്കും. ഒരാള് അപ്പൊ ബഹുവചനമാണ്. മിനൂ കഴിഞ്ഞിട്ട് മിനൂന പ്ലസ് ഇന്ന വന്നപ്പോഴാണ് മിനുന്ന. ഒരു നൂന് പോയി, പിന്നെ ശബ്ദമുള്ള താക്കീതിനാണ് അവശേഷിച്ചിട്ടുള്ളത്. മിനുൻ നബിഹ, തീർച്ചയായും അവർ വിശ്വസിക്കുക തന്നെ ചെയ്യും. അവരുടെ അടുക്കൽ എന്തെങ്കിലും ഞങ്ങൾക്ക് തെളിവ് വന്നിരുന്നെങ്കിൽ, നമുക്ക് ഇതാണ് ഒരു പ്രമാണം കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുക തന്നെ ചെയ്യുമെന്ന്, ഉറപ്പായി ഞങ്ങൾ വിശ്വസിക്കുക തന്നെ ചെയ്യും എന്ന് അവർ അങ്ങേയറ്റത്തെ ശപഥം ചെയ്യും. തീവ്രമായ ശപഥം ചെയ്യും. ചെയ്തു എന്നാണ്. അപ്പോൾ ഇന്നമൽ ആയാത്ത് എന്തല്ല. അപ്പൊ പറയണം, ഇങ്ങനെ ഒരു തെളിവ് കാണിച്ചു വന്നിട്ട് നിങ്ങൾ വിശ്വസിപ്പിക്കും എന്ന് വിചാരിക്കണ്ട. അത് അള്ളാഹുവിന്റെ അടുക്കൽ തെളിവ് കാണിച്ചു കൊടുക്കാൻ ഇല്ലാഞ്ഞിട്ടല്ല. അപ്പോൾ അവരോട് പറയണം, ഇന്നമൽ ആയാത്ത് എന്തല്ല, ഈ ദൃഷ്ടാന്തങ്ങളൊക്കെയും, അൽ ആയാത്ത് വർഗത്തെ സൂചിപ്പിക്കുന്ന അല്ലാണ്. ഈ ദൃഷ്ടാന്തങ്ങളൊക്കെയും, എല്ലാ വിധത്തിലുള്ള ദൃഷ്ടാന്തങ്ങളും, എല്ലാ വിധത്തിലുള്ള പ്രമാണങ്ങളും, എല്ലാ വിധത്തിലുള്ള തെളിവുകളും എന്തല്ലാ, അള്ളാഹിന്റെ അടുക്കലുണ്ട്. അല്ലെ? ഈ പാറ വളർന്ന ഒരു ഒട്ടകം വരട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പാറ വളർന്ന ഒട്ടകം വന്നു. ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തു. അതേപോലെ വടിയിട്ടപ്പോ പാമ്പായി. മരിച്ചവരെ ജീവിപ്പിച്ചു. അന്ധരെ ജീവി കടല് വഴിമാറി. അന്ധരെ കാഴ്ചയുള്ളവരാക്കി. പാണ്ഡു രോഗിയെ, മാറാത്ത രോഗിയെ രോഗം മാറ്റി. ഇങ്ങനെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അവരുടെ ചരിത്രത്തിലുണ്ട്. അതൊന്നും അറിയാഞ്ഞിട്ടല്ല ഈ ഒരു ദൃഷ്ടാന്തം വേണം എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ഒക്കെയും അവിടെ ആയാത്തി കൊടുത്തതാണ്. മൂസാ നബി അലൈഹി സ്വലാമിക്ക് 9 ദൃഷ്ടാന്തങ്ങൾ കൊടുത്തതാണ്. തവളെ കാണിച്ചു കൊടുത്തു, തേന്, അങ്ങനെ ചെള്ള്, അങ്ങനെ പല ദൃഷ്ടാന്തങ്ങളും കാണിച്ചു കൊടുത്തു. ഇത് തന്നെയാണ് അവരും പറഞ്ഞത്. ഇത് തന്നെയാണ് അവരും പറഞ്ഞത്. ആ ഒരു ദൃഷ്ടാന്തങ്ങൾ കാണിച്ചെന്നാൽ നിങ്ങൾ വിശ്വസിക്കാം. മിനുൻ നബിഹ ഇന്നമൽ ആയാത്തു ഇൻദല്ലാഹ് വമാ യുശ്ഇറുക്കും അന്നമാ ഇദാ ജാഅത് ലാ യുഅ്മിനൂൻ. ഇദാ ജാഅത് എന്ന് പറഞ്ഞാൽ ആ ദൃഷ്ടാന്തങ്ങൾ ഇദാ ജാഅത് വന്നാൽ. മാ യുശ്ഇറുക്കും, അശ്അറ യുശ്ഇറു, ശഅറ അറിഞ്ഞു, അശ്അറ അറിയിച്ചു. മാ യുശ്ഇറുക്കും, എന്താണ് നിങ്ങളെ അറിയിച്ചത്? നിങ്ങൾക്ക് എങ്ങനെ അറിയാം? മാ യുശ്ഇറുക്കും
അന്നഹ ഇദാ ജാഅത് ലാ യുഅ്മിനൂൻ. അവരുടെ അടുക്കൽ ദൃഷ്ടാന്തങ്ങൾ വന്നാൽ അവര് വിശ്വസിക്കുകയില്ല എന്ന് നിങ്ങളെ എങ്ങനെ ബോധ്യപ്പെടുത്തുമെന്നാണ്. മൈഷറക്കും, നിങ്ങൾ എന്താണ് പഠിപ്പിച്ചു തരുന്നത്? അന്നഹ ഇദാ ജാഅത് ലാ യുഅ്മിനൂൻ, നിങ്ങളുടെ അടുക്കൽ ഈ ദൃഷ്ടാന്തങ്ങൾ വന്നാൽ അവർ വിശ്വസിക്കുകയില്ല എന്ന് നിങ്ങൾ എങ്ങനെ ബോധ്യപ്പെടുത്തി തരും? വനുഖല്ലിബു അഫ്ഇദതഹും വഅബ്സാറഹും, നാം എന്ത് ചെയ്യും? മറിച്ചിടും. അവരുടെ അഫ്ഇദത്തിന്റെ ഏകവചനം എന്താ? ഫുആദ്. അതിന്റെ പര്യായപദം എന്ത് ഹൃദയം? പര്യായപദം കുലൂബ്. കൽബ്. കുലൂബ്. ആ വാക്ക് ഇവിടെ കല്ലിബു എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ കൽബ് എന്ന് ഇവിടെ പറയുന്നത്. അപ്പൊ എന്താ, അവിടെ ഒരു കല്ലിയടിയാവും. കൽബ് എന്ന് പറഞ്ഞാൽ മാറി മറിയുന്നത്. നുക്കല്ലിബ് നാം മാറ്റി മറിക്കും. നുക്കല്ലിബു കുലൂബഹും എന്ന് പറഞ്ഞില്ല, നുക്കല്ലിബു അഫ്ഇദതഹും, അവരുടെ ഹൃദയങ്ങളെ നാം എന്ത് ചെയ്യും? മാറ്റിമറിക്കും. അബ്സാറഹും, അവരുടെ കാഴ്ചകളെയും. കമാ ലം യുഅ്മിനു ബിഹി അവ്വല മർറത്തിൻ, അവര് ആദ്യ തവണ വിശ്വസിച്ചില്ലല്ലോ. വനദറുഹും, താക്കീത് നൽകുന്നില്ലേ? അതെ, നദറു എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഉപേക്ഷിച്ച് കളയുന്നു. അപ്പൊ ഇതിന്റെ മാവി എന്താണ്? നദറുവിന്റെ വദറയല്ല, വദീറയാണ്. വദീറ യദറു, അതിന്റെ മാവി പ്രയോഗത്തിലില്ല. മുലാരി അമ്രും മാത്രമേ ഉള്ളൂ. മുലാരി അമ്രും എന്തായിരിക്കും? അമ്രൻ നഹിയും മുലാരിയുടെ ഭാഗമാണ്. കാരണം മുലാരി എന്നാണ് വരുന്നത്. അപ്പൊ ഭാഷയിൽ പറയുന്നത് അമാത്തു മാലീഹ് എന്നാണ്. അതിന്റെ മാലിയെ അവർ കൊന്നുകളഞ്ഞു എന്നാണ്. അപ്പൊ മാലിയില്ല, മുലാരി അമ്രും നഹിയുണ്ട്. ലാ തദർ എന്ന് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ ഖുറാനില്. ലാ തദർ, ഉപേക്ഷിക്കരുത്. അതേപോലെ ദർ വന്നിട്ടുണ്ട്. ദർഹും, ദർനി വന്നിട്ടുണ്ട്, ദർ വന്നിട്ടുണ്ട്, ദർഹും വന്നിട്ടുണ്ട്. അപ്പൊ ലാ തദർ വന്നിട്ടുണ്ട്. അതിന് ദയ്യാറ. അപ്പൊ അതേപോലെ അപ്പം മുലാരിയും അമ്രും നഹിയും ഉണ്ട്. മുലാരി ഉണ്ടെന്ന് പറഞ്ഞാൽ മതി, അമ്രും നഹിയും എന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അതിൽ നിന്നാണ് അമ്രും നഹി എടുക്കുന്നത്. മുലാരി എന്നാണ് അമ്രും നഹി എടുക്കുന്നത്. മാത്രമല്ല അതെന്താണ്? ഫ്യൂച്ചറിലാണ്. അമ്രും നഹിയും ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്നതാണ്. ചെയ്യരുത് എന്ന് പറയുമ്പോൾ ഭാവിയിൽ ചെയ്യരുത് എന്നാണ്. മാതിയിലെ അർത്ഥമല്ല. അപ്പൊ വനദർഹും, നാം അവരെ വിടും. ഫീ തുഗയാനിഹിം, അവരുടെ അതിക്രമത്തിൽ. അതിക്രമം, തുകയുടെ ക്രിയാധാതുവാണ് തുകയാൻ. തുകയാൻ. യമഹൂൻ നമ്മൾ പഠിച്ചല്ലോ. അതിൽ തന്നെ എൻജോയ് ചെയ്തുകൊണ്ട് വിഹരിക്കും അവര്. ഏതില്? അവരുടെ അതിക്രമത്തിൽ എൻജോയ് ചെയ്തുകൊണ്ട് വിഹരിക്കാൻ അവരെ നാം ഇട്ടേക്കുകയാണ്. അവരുടെ മനസ്സെപ്പോഴും എന്ത് ചെയ്യും? ചാഞ്ചാടിക്കൊണ്ടേയിരിക്കും. അഫ്ഇദതഹും വഅബ്സാറഹും. അപ്പൊ ഇവിടെ ഫുആദും ബസറും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവരുടെ ചിന്തയെയും ഉൾക്കാഴ്ചകളെയും എന്ത് ചെയ്യും? നാം ഇങ്ങനെ മാറ്റിമറിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സത്യത്തിൽ എത്തിച്ചേരാൻ പറ്റില്ല. കാരണം എന്താ? ആദ്യ പ്രാവശ്യം അവരുടെ അടുക്കൽ ദൃഷ്ടാന്തം വന്നപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ജമാലം യുഅ്മിനു ബിഹി അവ്വല മർറത്ത്. ആദ്യ തവണ അവരുടെ അടുക്കൽ ദൃഷ്ടാന്തം വന്നപ്പോൾ അവര് വിശ്വസിച്ചില്ല. പിന്നീട് എന്ത് ചെയ്യും? നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും.
നമ്മൾ ചില ആൾക്കാരെയൊക്കെ പ്രബോധനം നടത്തും. പിന്നീട് അവർ ഒന്നിലും ഇല്ലാത്തൊരവസ്ഥയിലായിരിക്കും നമ്മൾ കാണുന്നത്. അവർ പ്രബോധനം നടത്തുമ്പോൾ അവര് ആ പ്രബോധനത്തോട് എന്തായിരിക്കും വിമുഖതയായിരിക്കും കാണിക്കുക. അങ്ങനെ നമ്മളെ മടുത്തിട്ട് നമ്മൾ അവരെ വിടും. അവസാനം അവർ നമ്മളിലേക്ക് വരാനും പറ്റില്ല, നിന്നേലുമില്ല, വേറെ ഒന്നിലും ഇല്ലാത്ത അവസ്ഥയിലായിരിക്കും അതില്ല. അങ്ങനെ കുറെ ആൾക്കാരുണ്ടാവും. അതേസമയം സത്യം കണ്ടെത്തി നാം ക്ഷണിച്ച വഴിയിലേക്ക് വരുന്ന ആൾക്കാരും ഉണ്ടാവും. അവരെ സംബന്ധിച്ചോളം അവർ സത്യം കണ്ടെത്താൻ വേണ്ടി പ്രയത്നിക്കുന്നു, അല്ലെങ്കിൽ തീരുമാനമെടുക്കുന്നു, ദൃഢനിശ്ചയം ചെയ്യുന്നു. ഒരുപക്ഷെ അവർ അന്ന് സ്വീകരിച്ച നിലപാട് അതാണ് സത്യം എന്ന് വിചാരിച്ചത് കൊണ്ടായിരിക്കാം, അതാണ് ശരി, അതാണ് നന്മ എന്ന് വിചാരിച്ചത് കൊണ്ടായിരിക്കാം. ഉമർ റളിയല്ലാഹു നമുക്കറിയാം, അള്ളാഹിന്റെ നിലപാട് എന്തായിരുന്നു? മുഹമ്മദ് ഇവിടെ കുഴപ്പമുണ്ടാക്കുന്നു, സമൂഹത്തിൽ ഛിദ്രത ഉണ്ടാക്കുന്നു. അതേസമയം അദ്ദേഹത്തിന് സത്യം ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ഓടി വന്നു, എന്നെ ആ മുഹമ്മദിലേക്ക് എത്തിക്കൂ, മുഹമ്മദ് നബിയിലേക്ക് എത്തിക്കൂ, ആ പ്രവാചകനിലെ അടുത്തേക്ക് എത്തിക്കൂ എന്ന്, എവിടെയാണ് അദ്ദേഹം ഉള്ളത് എന്ന് ചോദിച്ചു വന്നു. അങ്ങനെ സത്യം കണ്ടെത്തുന്നവർ അവര് യഥാർത്ഥത്തിൽ അവർ അന്ന് ഏത് നിലപാടിലാണോ നിലകൊണ്ടത് അതാണ് സത്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ടതാണ്. അതേസമയം അത് സത്യമല്ല എന്നവര് അതല്ല സത്യം, മറിച്ചാണ് സത്യം എന്ന് ബോധ്യപ്പെടുമ്പോൾ ആ സത്യത്തിലേക്ക് അവർ വരും. അതേസമയം സ്വാർത്ഥ താല്പര്യങ്ങളുടെ അടിമകളാണെങ്കിൽ അവർക്ക് ഒരിക്കലും അതിന് രക്ഷപ്പെടാൻ പറ്റില്ല. അതാ പറഞ്ഞു നൊക്കല്ലിബ് അഫ്ഇദതഹും വഅബ്സാറ കമാ ലം യുഅ്മിനൂ ബിഹി അവ്വല മർറ. ആദ്യ തവണ അവർ വിശ്വസിക്കാതിരുന്നത് പോലെ വനദറഹും ഫീ തുഗ്യാനിഹിം യഅ്മഹൂൻ. പിന്നെന്തായിരിക്കും? അവരുടെ അതിക്രമങ്ങളിൽ അവരെന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്? എല്ലാത്തിലും അത് അവിടെ കിടന്ന് വിഹരിച്ചുകൊണ്ടിരിക്കും. സ്വൈര വിഹാരം. എന്നുള്ളതിന്റെ അമ്മ അത് ഇതായിട്ട് ബന്ധമുണ്ട്. ഏതാണ്? അമിയല്ല, അമിയയില് മൂന്നക്ഷരം. അമിയയില് മൂന്നക്ഷരം ഏതാ? ഐന് മീമ് യാ. ഇവിടെ അമഹായാണ്. ഈ തൊയ്യാനിഹം യാമഹൂൻ. സമയം കഴിഞ്ഞ് ആയത്തും കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യത്തിൽ 2 എടുക്കട്ടെ. രാഷ്ട്രത്തെ 2 ബാക്കിയുണ്ടായിരുന്നല്ലേ? എന്തായിരുന്നു? സമയമില്ലാത്തതുകൊണ്ട് നമ്മള് വജഅലൂലില്ലാഹി ശുറകാഅൽ ജിന്ന, അതാണോ? അതെ, രാഷ്ട്രത്തെ ബദീഉ സമാവാത്തി ഇപ്പൊ തുടക്കത്തിൽ പറഞ്ഞല്ലോ. അതെടുത്തില്ല. അപ്പൊ ഞാൻ 2 ആഴ്ച കഴിഞ്ഞോണ്ട് മറന്നുപോയത്. വജഅലൂലില്ലാഹി ശുറകാഅ അൽ ജിന്ന. അവർ ജിന്നിൽ നിന്നും അള്ളാഹ്ക്ക് എന്ത് ചെയ്തു? ശുറക്കാനെ നിശ്ചയിച്ചു. വഖലഖഹും. യഥാർത്ഥത്തിൽ അവനാണ് അവരെയും സൃഷ്ടിച്ചത്. അവനാണ് അവരെയും സൃഷ്ടിച്ചത്. വഖലഖഹും. അവനെയും സൃഷ്ടിച്ചത് അവരായിരിക്കെ, അവരെയും സൃഷ്ടിച്ചത് അവനായിരിക്കെ അവരെന്ത് ചെയ്തു? അവന്റെ ശുറക്ക ആക്കി, അവന്റെ പങ്കാളികളാക്കി. യഥാർത്ഥത്തിൽ ആ പങ്കാളികളെയും സൃഷ്ടിച്ചത് അള്ളയാണ്. അവരെ സൃഷ്ടിച്ചത് അള്ള ആയിരിക്കെ, അവരെയും സൃഷ്ടിച്ചത് അള്ള ആയിരിക്കെ അവരെ എന്ത് ചെയ്തു? അള്ളാന്റെ പങ്കാളികളാക്കി. അതെങ്ങനെ പങ്കാളികളാക്കാൻ പറ്റും? അവരെയും അള്ളയാണല്ലോ സൃഷ്ടിച്ചത്. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഹൽക്ക് സെറ്റിപ്പ് എടുത്തു പറഞ്ഞിരിക്കുകയാണ്. വഖറഖൂലഹു. ഖറഖ എന്ന് പറഞ്ഞെന്താണ്? അവർ ജൽപ്പിച്ചു, തെറ്റായി വാദിച്ചു, തെറ്റിദ്ധരിപ്പിച്ചു. ഖറഖു ലഹു, അവന് വേണ്ടി ബനീന ബനാത്തിൻ, ആണുങ്ങളെയും ആൺമക്കളെയും പെൺമക്കളെയും, ബിഗൈരി ഇൽമിൻ, വിതൗട്ട് എനി നോളജ്, ഒരു വിവരവുമില്ലാതെ. അവരെന്തെങ്കിലും വിവരത്തിന്റെ അടിസ്ഥാനത്തിലല്ല അവന് പങ്കാളികളെ, അവര് ആൺമക്കളുണ്ട് പെൺമക്കളുണ്ട് എന്നൊക്കെ പറയും.
സുബ്ഹാന സുബ്ഹാന. അല്ല എത്ര പരിശുദ്ധൻ. അല്ല എല്ലാ ന്യൂനതകളിൽ നിന്നും എത്രയോ അകലെയാണ്. സുബ്ഹാന വതആല, അവൻ ഉന്നതരായിരിക്കുന്നു. അമ്മ യസിഫൂൻ, അവർ വിശേഷിപ്പിക്കുന്ന വിശേഷണങ്ങളിൽ നിന്നല്ല. വസഫ യസിഫു, വിശേഷിപ്പിച്ചു. അവർ വിശേഷിപ്പിക്കുന്ന വിശേഷണങ്ങളിൽ നിന്നെല്ലാം അല്ല എന്താണ്, എത്രയോ ഉന്നതിയിലാണ്. അവര് സമന്മാരെ കൽപ്പിക്കുന്നു. അള്ളാഹ്ക്ക് ചെയ്യാൻ പറ്റാത്ത, അള്ളാഹ് ചെയ്യുന്ന കാര്യങ്ങൾ മറ്റു പലരും ചെയ്യുന്നു എന്ന് അവർ വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ അള്ളാഹെ കുറിച്ച് വേറൊരു തരത്തിലുള്ള വിശേഷണമാണ് അവരുടെ മനസ്സിലുണ്ടാകും. അള്ളാഹ്ക്ക് മക്കളുണ്ടെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ സഹധർമ്മിണി ഉണ്ടാകണം. അപ്പോ അത്തരം കാര്യങ്ങളിൽ നിന്നും എത്രയോ ഉന്നതിയിലാണ് ഖാലിഖ് ആകുന്ന ആ എൻറ്റിറ്റി, ആ അസ്തിത്വം, ഖൽഖിന് കഴിവുള്ള ആ അസ്തിത്വം. എന്നിട്ട് അതിന്റെ കൂടെ ചേർത്ത് പറയുകയാണ് ബദിഉ സമാവാത്ത്. വ ഖലഖഹും എന്ന് പറഞ്ഞതിന്റെ വിശദീകരണമാണ് ബാക്കി പറഞ്ഞതല്ല. ഖലഖു ലഹു ബനീന ബനാത്തിൻ ബിഗൈരി ഇൽമിൻ, അതിനിടയിൽ പറഞ്ഞതേ ഉള്ളൂ. സുബ്ഹാനഹു തആല അമ്മാ യസിഫൂൻ, അവർ വിശേഷിപ്പിക്കുന്ന വിശേഷണങ്ങൾ, മക്കളുണ്ടാവുക, ഭാര്യ ഉണ്ടാവുക എന്നൊക്കെ എന്തൊക്കെയാണ്? അത് യഥാർത്ഥത്തിൽ മാനുഷികമായ ജീവികൾക്കുണ്ടാകുന്ന അല്ലെങ്കിൽ ജൈവപരമായ സംഗതികളാണ്. അത്തരം സംഗതികളിൽ നിന്നും എത്രയോ ഉന്നതിയിലാണ് ഖാലിഖ് ഉണ്ടാകേണ്ടത്. അവന് മാത്രമേ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകാൻ പറ്റൂ, മാനുഫാക്ചറർ ആകാൻ പറ്റൂ, ക്രിയേറ്റർ ആകാൻ പറ്റൂ. എന്നിട്ട് വീണ്ടും പറയുകയാണ് ബദിയ ആണ്, സമാവാത്തി വല്ല, ആകാശഭൂമികളുടെ ബദഅ യബ്ദഅു എന്ന് പറഞ്ഞാൽ പൂർവ്വ മാതൃകയില്ലാതെ സൃഷ്ടിച്ചു. ഖാലിഖ് തന്നെയാണ്. ഖാലിഖ് അൽ ബാരി, മുസവ്വിർ. ഖാലിഖ് ആയിരുന്നാലും ബാരി ആയിരുന്നാലും ബദീ ആയിരുന്നാലും ഒരേ അർത്ഥമാണ്. പൂർണ്ണ മാതൃകയില്ലാതെ പൂർവ്വ മാതൃകയില്ലാതെ സൃഷ്ടിച്ചാണ്. സമാവാത്ത് വല്ലാർന്നു. ഈ സമാവാത്തിനെ ഒക്കെയും, പ്രപഞ്ചത്തെ ഒക്കെയും, അന്നാ ലക്കൂൻ ലഹു വലത്, അങ്ങനെയുള്ളവൻ എങ്ങനെയാ മക്കളുണ്ടാവുക? അന്നാ യക്കൂൻ ലഹു വലത്, അന്നാ കൈഫ യക്കൂൻ ലഹു വലത്. വലം തക്കുൻ ലഹു സാഹിബത്തുൻ, അവന് ലം തക്കുൻ, ഉണ്ടായിട്ടേ ഇല്ല. സാഹിബത്തുൻ, സഹധർമ്മിണി. സാഹിബത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ സാഹിബ് സുഹൃത്ത്, സാഹിബത്ത് എന്ന് പറഞ്ഞാൽ സഹധർമ്മിണി. അവനില്ലേ ഇല്ല. വഖലഖ കുല്ല ഷൈഇൻ, വീണ്ടും പറയുകയാണ് എല്ലാറ്റിനെയും സൃഷ്ടിച്ചവനാണ് അവൻ. വഹുവ ബികുല്ലി ഷൈഇൻ അലീം, അവൻ എല്ലാറ്റിനെ കുറിച്ചും നന്നായി അറിയുന്നവനുമാണ്. ഇങ്ങനെയുള്ള ഒരു എൻറ്റിറ്റിക്ക് സാഹിബത്തുണ്ടാവുകയെന്നോ ബനീനും ബനാത്തും ഉണ്ടാകുകയെന്നോ പറയുന്നതിന് ഒരു വിവരവും ഇല്ല എന്നാ പറഞ്ഞില്ല. കാരണം ഒരു അസ്തിത്വം, ആ അസ്തിത്വമാണ് നിങ്ങൾ കാണുന്നതും കാണാത്തതുമായി. നിങ്ങൾക്ക് എന്തായാലും നക്ഷത്രങ്ങളെ ഒക്കെയും കാണാമല്ലോ. അതൊക്കെയും ഉദിക്കുന്നതും അസ്തമിക്കുന്നതും അവരുടെ അന്നത്തെ ചിന്താഗതി വെച്ച് നോക്കിയാൽ പറഞ്ഞാൽ ഉദിക്കുകയും അസ്തമിക്കുകയും ഇങ്ങനെ എത്രയോ അകലെ നിൽക്കുകയും ചെയ്യുന്ന ആ ഗോളങ്ങൾ, മിന്നിത്തിളങ്ങുന്ന പലതും, പിന്നെ അസ്തമിക്കുകയും ഉദിക്കുകയും ഒക്കെ ചെയ്യുന്ന സൂര്യനും ചന്ദ്രനും അതുപോലുള്ള പലതും, ഇതിനെ ഒക്കെയും ആ സമാവാത്ത് എന്ന് പറയുമ്പോൾ അതാണ് ഉൾക്കൊള്ളുന്നത്. പിന്നെ നിങ്ങൾ അധിവസിക്കുന്ന ഭൂമിയും അത് തന്നെയും സമായിൽ നിൽക്കുകയാണ്. അതിനൊക്കെയും സൃഷ്ടിച്ചവനായ സൃഷ്ടാവ്, അവന് മക്കളുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വേറൊരു ഫിലോസഫിയിലേക്ക് പിന്നെ പോകേണ്ടി വരും. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ലം യലിദ് വലം യൂലദല്ലേ, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. അത് ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ ചുരുങ്ങിയ വാക്കുകളിലെല്ലാം പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ പറയുന്നത് അവൻ ബദിഉ സമാവാത്തി വൽ അർദ്, അങ്ങനെ ബദിഉ സമാവാത്തി വൽ അർദ് ആയവന് പിന്നീട് അവന് മക്കളുണ്ടാവുക എന്ന് പറയുമ്പോൾ അതെന്താണ്? ഇത് യഥാർത്ഥത്തിൽ ഒരു ന്യൂനതയാണ്. അവന് ഭാര്യ ഉണ്ടാവുക എന്ന് പറഞ്ഞപ്പോൾ അതും ഒരു ന്യൂനതയാണ്. അങ്ങനെ വേറെ ഒരുപാട് കാര്യങ്ങൾ പിന്നീട് ചിന്തിക്കേണ്ടി വരും. സാഹിബത്ത് ഉണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ അപ്പൊ സാഹിബത്തിനോടുള്ള അവന്റെ ബന്ധം, മകനോടുള്ള അവന്റെ ബന്ധം, മക്കളോടുള്ള അവന്റെ ബന്ധം, മറ്റു സൃഷ്ടിപ്പുകളോടുള്ള ബന്ധം ഒക്കെ വേറെ വേറെ വിശകലനം ചെയ്യേണ്ടി വരും. അങ്ങനെ ഒന്നുമില്ല. ഇതെന്താണ്? എല്ലാ സൃഷ്ടികളിൽ നിന്നും മുക്തനായ ഒന്നാണ്. എല്ലാ സൃഷ്ടികളിൽ നിന്നും സൃഷ്ടികളുമായിട്ട് എന്ത് ചെയ്തില്ല, ആ നിലയ്ക്കുള്ള യാതൊരു
കണക്ഷനും ഇല്ല. എന്താണ്? എല്ലാത്തിൽ നിന്നും മുക്തനായ ഉയർന്നവനായ സുബ്ഹാന, എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തനായവനാണ്. അതേപോലെ എന്താണ്? തആല, തആല മീൻസ് വെരി ഹൈ. തആല ഉന്നതനായിരിക്കുന്നു. നമ്മൾ അള്ളാഹു തആല എന്ന് പറയുന്നത്. അള്ളാഹു തആല എന്ന് പറഞ്ഞാൽ തആല അവൻ ഉന്നതനായിരിക്കും. തആല എന്ന് പറഞ്ഞ താ എന്താണ്? തദക്കറ ഗ്രൂപ്പാണ്. തആല, ഐന് അലിഫ് ലാമ് അവസാനത്തെ അലിഫ്, ഇതാണ് പിന്നെ എന്താണ്? ഐന് അലിഫ് അവസാനത്തെ അക്ഷരം, അല്ല ഐന് ലാമ് അവസാനത്തെ അക്ഷരം. ഇതാണെന്ത്? ജഹദ പോലെ ഐന് ലാമ് അവസാനത്തെ അക്ഷരം. ഈ ഇതാണ് അതിന്റെ 3 അടിസ്ഥാന അക്ഷരം. അത് കഴിഞ്ഞിട്ട് പിന്നെ തദക്കറ, ഒന്ന് തആല, അല്ലെങ്കിൽ തബാറക, തദക്കറ, തബാറക, തആല. പിന്നെ നമ്മൾ പറയുന്ന തആല എന്ന് പറയുന്നത് അത് വേറൊരു വാക്കാണ്, ഈ വാക്കല്ല. അതെന്താണ്? അത് ഉറച്ച വാക്കാണ്, അന്ത്യം ഉറച്ചതും. അത് എന്താണ്? കൽപ്പനക്കിലേക്ക് മാത്രം ഉപയോഗിക്കുന്ന ഒരു വാക്ക്. ഇവിടെ തആല എന്ന് പറഞ്ഞാൽ തബാറക ഗ്രൂപ്പ് ഉന്നതനായി. അമ്മ യസിഫൂൻ, അവർ പറയുന്ന വിശേഷിപ്പിക്കുന്ന വലിയ സമാധി വളർ അന്നായക്കും ലഘുവൽ. അങ്ങനെ ആകാശഭൂമികളുടെ സൃഷ്ടി പൂർവ്വ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവൻ അവനെങ്ങനെയാണ് മക്കളുണ്ടാവുക? അതെന്തല്ല, അത് ന്യായമായ ഒരു സംഭവമല്ല. അവന് ഭാര്യയേ ഇല്ല. ഖലഖ കുല്ല ഷൈ, എല്ലാത്തിനും സൃഷ്ടിച്ചത് അവനാണ്. അവന്റെ സൃഷ്ടിപ്പാണ്. ബാക്കിയെല്ലാം എന്താണ്? അവന്റെ സൃഷ്ടിപ്പാണ്. ഖാലിഖും മഖ്ലൂഖുമാണ്. അവൻ ഖാലിഖാണ്, ബാക്കിയുള്ളവരെല്ലാം മഖ്ലൂഖാണ്. ബാക്കിയുള്ളതെല്ലാം ഖലഖ കുല്ല ഷൈഇൻ എന്ന് പറയുമ്പോൾ അതിന്റെ മറുവശം കൂടെയാണ് നേരത്തെ പറഞ്ഞത്. അവന് മക്കളോ ഭാര്യയോ ഇല്ല, മറിച്ച് എന്താണ്? ഖലഖ കുല്ല ഷൈഇൻ, അവനാണ് എല്ലാത്തിനും സൃഷ്ടിച്ചതെന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം അവന്റെ സൃഷ്ടിപ്പാണ്, മഖ്ലൂഖാണ്. പിന്നെ വഹുവ ബികുല്ലി ഷൈഇൻ അലീം, അവനെല്ലാത്തിനെ കുറിച്ചും അറിയുന്നതാണ്. അപ്പോ ശരിയായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഭാഷ ഗ്രഹിക്കാനും ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. الدنيا حسنة في الآخرة حسنة وقنا عذاب النار برحمتك يا رب العالمين. صلى الله تعالى وسلم على خير خلق محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.